ടർക്കിയുടെ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും സംസ്കാരങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ടർക്കിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ദിവസത്തെ യാത്രയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞിട്ട് ഞാൻ നൂർ ഓസ്മാനിയ മോസ്ക് സന്ദർശിക്കുകയും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ബ്ലൂ മോസ്കാണ്. ബ്ലൂ മോസ്ക് വളരെ പ്രസിദ്ധമായ ഒട്ടോപ്യൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച മനോഹരമായ ഒരു മോസ്കാണ്. എൻ്റെ പിൻഭാഗത്ത് എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ആ മോസ്കിൻ്റെ മകുടവും മിനാരവും ഒക്കെ കാണാൻ പറ്റും. ആ മോസ്കിലേക്കാണ് പോകുന്നത്. ആ മോസ്ക് എത്തുന്നതിന് മുൻപ് കാണുന്ന മനോഹരമായ ഒരു പാർക്കാണിത്. ആ പാർക്കിൻ്റെ ദൃശ്യങ്ങളും ഇവിടുത്തെ ആൾക്കൂട്ടത്തേക്കൊന്ന് കാണിക്കാം. ഇതാണ് ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക്. ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണികഴിപ്പിച്ച വളരെ ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ മോസ്ക്. മോസ്കിനോട് ചേർന്ന് കാണുന്ന മനോഹരമായ ഒരു പാർക്കാണിത്. പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ബ്ലൂ മോസ്കും മറുഭാഗത്ത് അയാ സോഫിയ അഥവാ ഹാഗിയ സോഫിയ. രണ്ട് മോസ്കുകളും ടർക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചത്. ഇന്ന് രാവിലെയാണ് ഞാൻ ടർക്കിയിൽ എത്തിച്ചേർന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം കാണാൻ പോയത് നൂർ ഓസ്മാനിയ മോസ്ക് ആയിരുന്നു. നൂർ ഓസ്മാനിയ മോസ്കിൻ്റെ കാഴ്ചകളും വിസ്മയങ്ങളും ചരിത്രങ്ങളും അടങ്ങിയ യൂട്യൂബിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ടർക്കി യാത്രകളുടെ അല്ലെങ്കിൽ കാഴ്ചകളുടെ 8ാമത്തെ എപ്പിസോഡാണിത്. 8ാമത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രപ്രസിദ്ധവും വളരെ പുരാതനവും ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്കിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും കാഴ്ചകളൊക്കെയാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. ഞാൻ താമസിക്കുന്ന ഡീലക്സ് ന്യൂപോർട്ട് ഹോട്ടലിൽ നിന്ന് ഏകദേശം 800 മീറ്റർ മാറിയിട്ടാണ് സുൽത്താൻ അഹമ്മദി മൈതാൻ സ്ഥിതി ചെയ്യുന്നത്. ഇസ്താംബുളിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് സുൽത്താൻ അഹമ്മദി മൈതാൻ. എങ്ങനെയാണ് ഈ സ്ഥലം പ്രശസ്തമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക്, ഹാഗിയ സോഫിയ അഥവാ അയാ സോഫിയ, ബസിലിക്ക സിസ്റ്റേണും ടോപ്പ് കാപ്പി പാലസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4:30 മണിയോടുകൂടി ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി സുൽത്താൻ അഹമ്മദി മൈതാൻ ലക്ഷ്യമാക്കി നടന്ന് നീങ്ങുകയാണ്. 4:30 മണിയായിട്ട് നല്ല ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ട്. ടർക്കിയിലെ തെരുവോരങ്ങളൊക്കെ രാത്രികാല സഞ്ചാരികളെ ആകർഷിക്കാൻ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. തെരുവോര കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-15 മിനിറ്റോളം സമയം വേണം എൻ്റെ റൂമിൽ നിന്ന് ഈ ഒരു മൈതാനിലേക്ക് എത്തിച്ചേരാൻ. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ മോസ്കിൻ്റെ ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ കാണുവാൻ കഴിയും. അങ്ങനെ തെരുവോര കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മൈതാനിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇസ്താംബുൾ നഗരത്തിൻ്റെ രസകരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം 6 മണിയോടുകൂടി ഞാൻ സുൽത്താൻ അഹമ്മദ് മൈതാനിലെത്തി. വലിയൊരു മൈതാൻ, നല്ല ജനത്തിരക്ക്. ഈ ഒരു മൈതാൻ്റെ ഒത്ത നടുവിലാണ് മനോഹരമായ ഒരു പാർക്ക്. പാർക്കിൻ്റെ 2 ഭാഗങ്ങളിലായി ചരിത്രപ്രസിദ്ധമായ 2 നിർമ്മിതികൾ. ഒരു ഭാഗത്ത് അയാ സോഫിയ അഥവാ ഹാഗിയ സോഫിയ, മറുഭാഗത്ത് ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക്. സുൽത്താൻ അഹമ്മദ് മോസ്ക് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തെ സുൽത്താൻ അഹമ്മദ് മൈതാൻ എന്ന പേര് വന്നത്. പാർക്കിൻ്റെ ഒത്ത നടുവിൽ മനോഹരമായ വലിയൊരു വാട്ടർ ഫൗണ്ടൈൻ നമുക്ക് കാണുവാൻ കഴിയും. ആ വാട്ടർ ഫൗണ്ടൈൻ്റെ ചിത്രങ്ങളും വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാട് വിനോദസഞ്ചാരികളെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വിനോദസഞ്ചാരികളെല്ലാം അയാ സോഫിയുടെയും അതുപോലെ തന്നെ ബ്ലൂ മോസ്കിൻ്റെയൊക്കെ സന്ദർശനം കഴിഞ്ഞ് എത്തിയ ആൾക്കാരാണ്. സമയം ഏകദേശം 6 മണിയായിട്ടും വെയിലിന് നല്ല കാഠിന്യം. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പാകിസ്ഥാനി സ്വദേശിയാണ്. ബെഹറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫഹദ് എന്നാണ് പേര്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ബ്ലൂ മോസ്ക് സന്ദർശിക്കാൻ പോകും. ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതാണ് ബ്ലൂ മോസ്കിന് അടുത്തുള്ള മനോഹരമായ പാർക്ക്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ഒരുപാട് സന്ദർശകരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. എത്രത്തോളം ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വൈകിട്ട് സമയം ഏകദേശം 6:30 മണിയോളമായി. ഈ 6:30 മണി സമയത്തും ഇത്രത്തോളം തിരക്കാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ ബഹ്റയിൽ നിന്ന് വന്നൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് ആളോടാണ് ഇപ്പം ബ്ലൂ മോസ്ക് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. മനോഹരമായ ഈ പാർക്കിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന നടപ്പാതയാണിത്. ഞാനും ഫഹദും പള്ളി ലക്ഷ്യമാക്കി നടക്കുകയാണ്.
സമയം ഏകദേശം 6:30 മണിയോളമായി. ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക് 1609-നും 1617-നും ഇടയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ടർക്കിയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്മാരകങ്ങളിലൊന്ന്. സുൽത്താൻ അഹമ്മദിൻ്റെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച മോസ്ക് ആയതുകൊണ്ട് ഇതിന് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന പേര് വന്നു. ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ഏറ്റവും വലിയ ചരിത്ര സ്മാരകം. 73 മീറ്ററോളം നീളവും 65 മീറ്റർ വീതിയുമുള്ള ഈ പള്ളിയിൽ ഏകദേശം 10,000-കണക്കിന് വിശ്വാസികൾക്കാണ് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം. ഇതിൻ്റെ മനോഹരമായ ഡോം അഥവാ കുംഭത്തിന് ഏകദേശം 43 മീറ്ററോളം വിസ്താരമുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ 6ഓളം മിനാറുകളും ഈ പള്ളിയെ മറ്റു പള്ളികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഓരോ മിനാറുകൾക്കും 64 മീറ്ററോളം ഉയരമുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ 1-2 മിനാറുകളുടെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുകയാണ്. ഞാനിപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഈ പള്ളിയുടെ മെയിൻ വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ചരിത്രപ്രസിദ്ധമായ ഹാഗിയ സോഫിയ നമുക്ക് കാണുവാൻ കഴിയും. ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് ഹാഗിയ സോഫിയയും മറുഭാഗത്ത് സുൽത്താൻ അഹമ്മദ് മോസ്ക് അഥവാ ബ്ലൂ മോസ്കാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയൊക്കെ നമുക്ക് പള്ളിയിൽ കാണുവാൻ കഴിയും. അപ്പം നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന വിശാലമായ ഒരു കോർട്ട്യാർഡാണിത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം പ്രയർ ചൊല്ലാനുള്ള വിശാലമായ ഒരു കോർട്ട്യാർഡ്. പള്ളിയുടെ പ്രത്യേക പ്രയർ ദിവസങ്ങളിൽ അകത്തെ ക്രൗഡ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിശാലമായ കോർട്ട്യാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് വിശ്വാസികളെയും വിനോദസഞ്ചാരികളെയും അവിടെ കാണുവാൻ കഴിഞ്ഞു. സമയം ഏകദേശം 6:30 മണിയോളമായി. ഈ കോർട്ട്യാർഡിൽ നിന്ന് പള്ളിയിലേക്ക് കയറുവാനൊരു പ്രധാന പ്രവേശന കവാടമുണ്ട്. ആ പ്രവേശന കവാടത്തിനടുത്ത് 2 സെക്യൂരിറ്റിമാർ നിലയുറപ്പിച്ചിരുന്നു. ആ സെക്യൂരിറ്റിമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. പള്ളിയിലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചെരുപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക ഡ്രസ് കോഡുകളുണ്ട്. ആണുങ്ങൾ ഷോർട്ട്സോ അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളോ സ്വിമ്മിങ് ഡ്രസ്സുകളോ ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ തല നല്ല രീതിയിൽ മറച്ച് മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചു വേണം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഞങ്ങളിപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച വളരെ ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ ബ്ലൂ മോസ്കിൻ്റെ അകത്തെ വിസ്മയ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്കിൻ്റെ ഉൾഭാഗത്തെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം, അതിമനോഹരം. ഇത്രയും വലിയൊരു മോസ്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, അത് ഒട്ടോപ്യൻ സംസ്കാരം, അതായത് ഒട്ടോപ്യൻ ഭരണകാലത്ത്, ഒട്ടോപ്യൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച അതിമനോഹരമായ ഒരു ചരിത്ര സംഭവമാണ് ഈ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലെ മനോഹരമായ അതിഗംഭീരമായ അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആൾക്കാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ഒരുപാട് സന്ദർശകരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. മതഭേദമന്യേ ആൾക്കാർക്ക് ഇതിനുള്ളിൽ സന്ദർശിക്കാൻ സാധിക്കും, പ്രയർ ചെല്ലാൻ സാധിക്കും. ഈ മോസ്കിൻ്റെ മകുടങ്ങളിലും മിനാരങ്ങളിലൊക്കെ ഈ അറബിക് കാലിഗ്രഫിൽ എഴുതിയ വിശുദ്ധ ഖുറാൻ്റെ വേഡ്സസ് നമുക്ക് കാണുവാൻ കഴിയും. അത്ര മനോഹരമായ വേഡ്സസുകളാണ് ഈ മകുടത്തിലും അതുപോലെ തന്നെ കുംഭത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പല നമ്മൾ ബഹറിലെ ഗ്രാൻഡ് മോസ്കിലും ഇതേ ഒരു കാലിഗ്രാഫിയിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വിശുദ്ധ ഖുറാൻ്റെ വേഡ്സസൊക്കെയാണ് ഈ മകുടത്തിലും മിനാരത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തികളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. സമയം ഏകദേശം 6:30 മണിയോളമായി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സന്ദർശകർക്ക് പള്ളി സന്ദർശിക്കാനുള്ള സമയം. സന്ദർശനം തികച്ചും സൗജന്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരുപാട് വിനോദസഞ്ചാരികളെയും വിശ്വാസികളെയും പള്ളിയുടെ ഉള്ളിൽ വെച്ച് പരിചയപ്പെടുവാനും കാണുവാനും സാധിച്ചു. ടർക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പള്ളിയാണ് ബ്ലൂ മോസ്ക് അഥവാ സുൽത്താൻ അഹമ്മദ് മോസ്ക്. ഒട്ടോമൻ സുൽത്താന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ടർക്കിയിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ പള്ളിയാണ് ബ്ലൂ മോസ്ക്. ഈ പള്ളിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കാണാൻ പോകുന്നത് ഹാഗിയ സോഫിയാണ്. ബ്ലൂ മോസ്കിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഹാഗിയ സോഫിയാണ്. ഹാഗിയ സോഫിയുടെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ വീഡിയോയിൽ ബ്ലൂ മോസ്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ചരിത്രങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ടർക്കിയുടെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.